ഇതാണ് കേട്ടോ ഗൈസ് ഞാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്ന വഴികളാണ് കേട്ടോ ഇത്. പറമ്പുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ രാവിലത്തെ ഡേ ഇൻ മൈ ലൈഫിലൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം നമ്മുടെ വീട്ടിൻ്റെ വെള്ള അയൽവാസികൾ വീടൊക്കെ ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഗൈസ്? ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ പറമ്പിലാണ്. ഇത് ഇവിടെ ഒരു ചക്കപ്ലാവൊക്കെ ഉണ്ട്. ഇതൊരു പറമ്പൊക്കെയാണ് കേട്ടോ. പറമ്പിലൂടെയാണ്, ഇതിൻ്റെ സൈഡിലൂടെയാണ് ഞാൻ പോകുന്നത്. ഓക്കെ, 7:57 എനിക്ക് ബസ് വരും കേട്ടോ. താഴ്ന്ന് ടൗണിലേക്കുള്ള ബസ് കിട്ടും. അപ്പം അതിന് തയ്യാറെടുത്താണ് ഞാൻ പോകുന്നത്. ചില സമയങ്ങളിൽ ഗൈസ് നമുക്കത് കിട്ടാറില്ല. എന്താണെന്നറിയാമോ? കണ്ടോ, ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, ചിലപ്പം കിട്ടാറില്ല. എന്താണെന്നറിയാമോ? ഞാൻ ലേറ്റാവും. എന്നും ലേറ്റാണ് ഗൈസ്. മിക്കപ്പോഴും എത്ര നേരത്തെ ഇറങ്ങിയാലും കല്ലൂസിനോട് കളിച്ചിരിക്കുന്നുണ്ട്. കല്ലൂസിനെയും കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകും. എന്താണ് ഗൈസ്? ഇവിടെയൊക്കെ ചക്കപ്ലാവൊക്കെ ഉണ്ട്. നമ്മുടെ പറമ്പിലല്ല കേട്ടോ, നമുക്ക് പ്ലാവൊന്നുമില്ല, അയൽവാസികളുടെ ആണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ എപ്പോഴാണ്, ചിലപ്പോൾ മിക്കവാറും ഇന്നത് ബസ് കിട്ടുമെന്നാണ് കേട്ടോ. ടൈം ആയിക്കണമെന്ന് തോന്നുന്നു. പിന്നെ റോട്ടിലേക്ക് എത്താനായിട്ട് ഗൈസ് കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ലേറ്റ് ആകുമ്പോൾ ബസ് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. അതാണ് സംഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു വീട് പുതിയ ഒന്നാണ്. നേരത്തെ ഒന്നുണ്ടായത് കുറച്ച് 5-6 മാസമായിട്ടുള്ള വന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് പോകണേ. ഇത് നമ്മളുടെ മാവിലാന്തോട് പാറക്കടവ് വഴിക്ക് അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ഗൈസ്. ഇങ്ങോട്ടാണ് നമ്മൾ പുൽപ്പള്ളിക്ക് പോവുക. ഓക്കെ, വണ്ടിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ബസ് വരാറായിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് ഗൈസ് നിങ്ങളുടെ വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. എല്ലാവരും നാട്ടിലേക്ക് മഴയുണ്ടോ? ആണോ? ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വീടുകളുണ്ട് ഗൈസ്. ഇങ്ങനെ ആണോ? ഇവിടെ ഒരു പുതിയ വീട് വേണമെങ്കിൽ കുറച്ച് കട്ടകളൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, വീട് പണിതുകൊണ്ടിരിക്കാൻ അവിടെ താഴെ പണിയുന്നുണ്ട് വീട്. അതിൻ്റെയാണെന്ന് തോന്നുന്നു. ചെമ്പരത്തി, ഈ ചെമ്പരത്തിയെ കണ്ടപ്പോൾ എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ വന്നു കേട്ടോ. ചെമ്പരത്തിപ്പൂവേ ചൊല്ലു ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ നിന്നുള്ളയോ സ്വർണ്ണരഥഘോഷം. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കഥകൾ. പിന്നെ ഇതിലാണ് നമ്മൾ പോകുന്ന വഴി കേട്ടോ. ഞാനിവിടെ വന്നിട്ട് ബസ് ഇറങ്ങിയത് ഇതിലൂടെയാണ് ഗൈസ് കയറി പോവാം കേട്ടോ. പിന്നെ ഇവിടെയുള്ളതാ കുറച്ച് ചെടികൾ കാണിച്ചത്, ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, കുറച്ച് പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ പോകുന്നത്. ഇതുണ്ടോ, അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ വണ്ടി വന്ന് നിർത്തിയതാണ്. ബസ് വരാറായിട്ടുണ്ടെന്ന് കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോൾ ബസ് വരും ഗൈസ്. ഓക്കെ, എന്താ ഇങ്ങനെ പതുക്കെ പറയുന്നതെന്നറിയാമോ? ആൾക്കാർ വിചാരിക്കില്ല എനിക്ക് വട്ടാന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാട്ടോ, വേറൊരാളും കൂടുതലാത്തതുകൊണ്ടാണ്. ഇതാണ്ട് അവിടെ അങ്ങോട്ടേക്കാണ് നമ്മുടെ കവല വരുന്നത് കേട്ടോ. ഇതിലൂടെ പോയതാ കുറച്ച് കാണാൻ പറ്റും. ഈ അങ്ങേ അറ്റം കണ്ടോ, ഇതാ ഇവിടെയാണ് നമ്മുടെ കവല കേട്ടോ. അവിടെ നമുക്ക് അവിടെയാണ് നമ്മുടെ ചെറിയ ഒരു 3 കൂടിയ കവല എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ. 4 റോഡുകൾ കൂടുന്ന 4 കൂടിയ കവല എന്ന് പറയാം നമുക്ക്. അതായത് പാറക്കടവ്, പിന്നെ ആടിക്കൊല്ലി, മുള്ളംകൊല്ലി, പിന്നെ പുൽപ്പള്ളിക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അങ്ങനെയുള്ള റോഡിലൂടെയൊക്കെയാണ് നമ്മൾ പോകാറുള്ളത് ഗൈസ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ കുറച്ച് കേട്ടിട്ടുള്ളൂ. ഞാൻ ബാക്കി ബസ്സിൽ പോകുമ്പോൾ ഭയങ്കര ശബ്ദം കാര്യങ്ങൾ, പിന്നെ എഡിറ്റിങ്ങിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇടാത്തത്. സ്കൂളിൽ പോകുമ്പോൾ ഇതിന് വന്നിട്ട് സമയമൊന്നും കിട്ടാറില്ല എഡിറ്റിങ്ങിന്, അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇടാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളെൻ്റെ സപ്പോർട്ടും കട്ട സപ്പോർട്ടുമാണ് കേട്ടോ എല്ലാവരുടെയും. ഓക്കെ, എനിവേ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കേട്ടോ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.